ويوم يرجعون إليه فينبئهم بما عملوا والله بكل شيء عليم. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ശ്രദ്ധിക്കാനുള്ളത് അല എന്താ ചെയ്യേണ്ടത്? 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. പിന്നെ മാ അൻതും, അവിടെയോ മാ അൻതും, അവിടെയും 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. പിന്നെ യൗമ യുർജഊന ഇലൈഹി ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവിടെ ഒരു ഖല കാണാം. എന്താ അതിൻ്റെ ഇത്? അൽ വഖഫു ഔല എന്ന് കാണിക്കാനാണ്. പിന്നെ വല്ലാഹു ബികുല്ലി ഷൈഇൻ, ആ കസിർ തൻവീനെ ഇദ്ഹാർ ചെയ്യണം. അലീം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. എന്തിനാ അവിടെ ഒരു മീം എടുത്ത്? മീം എടുത്ത് എന്തിനാ? അലീം കഴിഞ്ഞിട്ട് നിങ്ങളൊരു മീം കണ്ടില്ലേ? എന്തിനാണ്? അടുത്തേക്ക്. അപ്പം എങ്ങനെ ഓതണം? ആ തൻവീൻ്റെ ശേഷം പിന്നെ ഒരു ലൊമ്മൽ നിങ്ങൾ കാണുള്ളൂ. പിന്നെ ഒരു മീമുണ്ട്. ഇല്ല, അവിടെ ഇദ്ഹാറിൻ്റെ പ്രശ്നം വരുന്നില്ല. എന്തിനായിരിക്കും? ആലോചിച്ച് നോക്കിയാണ്. ആ മീം ഇടുന്നത് 2 രൂപത്തിലാണ് ആ മീം വരാറുള്ളത്. ഒന്ന്, ചിലപ്പോൾ മീം ഇങ്ങനെ കാണാം. പിന്നെ ഇതുപോലെ പിന്നെ അടിയിക്ക് ഇങ്ങനെ കാണാം. ചിലപ്പോൾ ഇങ്ങനെ നീട്ടി ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കാണാം. അങ്ങനെയുണ്ടാവും. അടിയിക്കിടണ മീം 2 രൂപത്തിൽ വരും. ഒന്ന്, അവിടെ വഖഫ് ലാദിമാണ്, അലീം നിർത്തണം. ഇനി മറ്റൊന്ന് അടിയിക്കിടണത് പിന്നെ നിങ്ങളിപ്പം ഇനി കൂട്ടിയോതാണ്. എങ്ങനെ? വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമും ബിസ്മില്ലാ ആണോ? അപ്പം എന്തിനാണ് അലീമും ഇഖ്ലാബ് ചെയ്യാൻ? അപ്പം 2 രൂപത്തിനും അത് വരും. ഇവിടെ ലാസിമാണ്, അവിടെ സ്റ്റോപ്പ് ചെയ്യലാണ് എന്ന് കാണിക്കാനാണ് ആ മീം അങ്ങനെ ഇട്ടിട്ടുള്ളത്. വേറെന്തെങ്കിലും തജ്വീദ് ഉണ്ടോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞുകൊണ്ടാട്ടോ വേഗം പോയത്. ഞാൻ പറഞ്ഞോളി. അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, എന്താ അർത്ഥം? അലാ എന്ത്? ഇന്ന ലില്ലാ, തീർച്ചയായും അള്ളാഹുവിനുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലാണ്. എന്ത്? മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം. ആ മായും സമാവാത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറേ വിശദീകരിച്ചു അല്ലേ? ഇനി ഖദ് യഅലമു, തീർച്ചയായിട്ടും അവൻ അറിയുന്നു. മാ അൻതും അലൈഹി, മാ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വെക്കുന്ന അർത്ഥം മാ ഒരു കാര്യം, അൻതും നിങ്ങളാണ്, അലൈഹി ആ കാര്യത്തിന്മേലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു നിലപാടിലാണോ ആ നിലപാട് അള്ളാഹു അറിയുന്നുണ്ട്. പിന്നെ പറയാം വയൗമ, വയൗമ ഒരു ദിവസത്തെയും അള്ളാഹു അറിയുന്നുണ്ട്. യുർജഊന അവർ മടക്കപ്പെടുന്നു, ഇലൈഹി അവങ്കലിലേക്ക്, എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിലേക്ക് അവർ മടക്കപ്പെടുന്ന ദിവസത്തെയും അള്ളാഹു അറിയുന്നുണ്ട്. ഫയുനബ്ബിഉഹും, ഫ അപ്പോൾ അല്ലെങ്കിൽ എന്നാൽ, യുനബ്ബിഉ
വിവരം നൽകുന്നു. ഹും അവർക്ക്. ആര് വിവരം നൽകുന്നു? അവൻ വിവരം നൽകുന്നു. ആരാണ് ഈ അവൻ? അള്ളാഹു. ബിമാ അമിലു അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹു അവർക്ക് വിവരം നൽകുന്നു, ഖബർ നൽകുന്നു. വല്ലാഹു അള്ളാഹു അത്രേ ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അലീം നന്നായി അറിവുള്ളവനാണ് അള്ളാഹു. എന്താ പൈൽ കിട്ടാത്തൊന്നുമില്ല. ഉണ്ടോ? ആദ്യത്തേത് എന്താ? ഖദ്. ഈ ഖദിൻ്റെ പ്രത്യേകത എന്താ? സാധാരണ നമ്മൾ ഗ്രാമർ പഠിച്ചപ്പോൾ ഖദ് എന്തിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ഖദ് യഅലമു. സാധാരണ മുലാരിയായ ഫീലിനോട് ചേർക്കുമ്പോൾ ഖദ് എന്തിനാ ഉപയോഗിക്കുക? ചിലപ്പോൾ എന്നുള്ളതിനാ. എന്നാൽ ഇവിടെ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് തഹ്കീക്കിനാണ്. എന്താ ഈ തഹ്കീക്ക് അറിയണത്? തഹ്കീക്കിനും തഅ്കീദിനുള്ള ഖദാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഖദ്, അപ്പം അതിൻ്റെ അർത്ഥം ഉറപ്പായിട്ടും. യഅലമു അവൻ അറിയുന്നു, അല്ലെങ്കിൽ അള്ളാഹ് അറിയുന്നുണ്ട് എന്ന് പറയാൻ കാരണം എന്താ? അറിയുന്നുണ്ട് എന്ന് പറയാൻ കാരണം ആ അറിവ് എന്തിനാ അവിടെ മുലാരി ഉപയോഗിച്ചത്? മുലാരി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് അല്ലേ? വർത്തമാന കാലക്രിയ എന്തിനാണ് ഉപയോഗിച്ചത്? അതിൽ സൂത്രമുണ്ട്. അള്ളാഹുവിൻ്റെ അറിവ് എന്ത് ചെയ്യണില്ല, അതിന് സ്റ്റോപ്പില്ല, അങ്ങനെ അനുസ്യൂതം തുടരുകയാണ്. മുലാരിക്ക് എന്താ അർത്ഥമുണ്ട്? കണ്ടിന്യൂസിൻ്റെ അർത്ഥമുണ്ട്. മനസ്സിലാവുണ്ട് നിങ്ങൾക്കത്? കണ്ടിന്യൂസിൻ്റെ അർത്ഥമുണ്ട്. അപ്പം അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണ് അവിടെ മുലാരി കൊണ്ടുവന്നത്. അപ്പം ഖദിയഅലമു തീർച്ചയായും അള്ളാഹു അറിയുന്നുണ്ട്. മാ അൻതും അലൈഹി സാധാരണ നമ്മൾ പറയുമ്പം നിങ്ങൾ പ്രവർത്തിക്കണമൊക്കെ അള്ളാഹ് അറിയുന്നുണ്ട് അല്ലേ നമ്മൾ പറയാ അല്ലേ? അപ്പം നമ്മളിപ്പോൾ എങ്ങനെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? ഖദിയഅലമു ബിമാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കണം അള്ളാഹ് ശരിക്കും അറിയുന്നുണ്ട് കേട്ടോ. പക്ഷെ അള്ളാഹ് ഉപയോഗിച്ചത് അതല്ല. മാ അൻതും അലൈഹി നിങ്ങൾ ഏതൊരു നിലപാടിലാണോ അതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. ആ മാഫിസമാവാതി വൽ അർദ് എന്ന് പറഞ്ഞതുപോലെ തന്നെ മാ വിശാലമായ അർത്ഥമുള്ള ഒരു പദമാണ് മാ. എന്തൊക്കെ മാക്ക് പറയാൻ പറ്റുക? ഒരാളുടെ നിലപാട്, അയാൾ വിശ്വാസിയാണോ അല്ലേ, ആ മായിൽ പെട്ടതാണ്. അയാൾ കപടവിശ്വാസിയാണോ അല്ലേ, അയാൾ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവനാണോ അല്ലേ, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവനാണോ അല്ലേ, അയാൾ യഥാർത്ഥ മുഖ്ലിസാണോ അതോ ലോകമാന്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവനാണോ അല്ലേ, അയാൾ ഇസ്തിഖാമത്തിൻ്റെ മാർഗത്തിലാണോ അതല്ല ചിന്നിച്ചിതറിയ വഴിതെറ്റിയ ആളുകളുടെ കൂട്ടത്തിൽ. അപ്പം മായുടെ അർത്ഥം എണ്ണിയാൽ അറ്റല്ലാത്ത അർത്ഥം കിട്ടും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവിടെ ഇന്ന കാര്യം എന്ന് വ്യക്തമാക്കാതെ മാ എന്ന മൗസൂലാൻ്റെ ആ ഇസ്മ അവിടെ കൊണ്ട്. മാ എന്നുള്ള ഒരു അർഫല്ല, മാ ഒരു അക്ഷരമല്ല. മാ എന്താണ്? ഒരു നൗണാണ്, ഒരു ഇസ്മാണ്. മാ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ എന്നാ. മാ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഏതൊരു നിലപാടിലാണോ, അപ്പം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും നിലപാട് വ്യത്യസ്തമായിരിക്കും. ആ നിലപാട് അറിയുന്നവനാണ് ആര്? അള്ളാഹു എന്ന്. ഇനി നോക്കി നിങ്ങൾ, അള്ളാഹു മാ തഅമലൂൻ എന്ന് പറയാതെ പിന്നെ മാ അൻതും അലൈഹി എന്ന് പറഞ്ഞതിലുള്ളത് നിങ്ങളുടെ ബാഹ്യമായ രൂപം അറിയും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായത് മാത്രമേ അറിയുള്ളൂ, ആന്തരികമായത് അറിയോ? എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത് എന്താ നിങ്ങൾക്കറിയോ? നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ളത് എന്താണെന്നറിയോ? ഇല്ല. അറിയോ? ആലോചിച്ച് നോക്കൂ. നിങ്ങളെ സ്വന്തം തലയണയിൽ തല വെച്ച് കിടക്കണ നിങ്ങളെ ഭാര്യയ്ക്ക് നിങ്ങളുടെ മനസ്സിലുള്ള അറിയാൻ പറ്റൂല. ഭാര്യയുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് അറിയോ? ഇല്ല. നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ അറിയും അല്ലേ? എന്നാലും അറിയാത്ത ഭാഗങ്ങളുണ്ടാവും. അപ്പം അതാണ് ലാഹിർ ബാത്തിൻ എന്ന് പറയുന്നത്. ബാത്തിനിയായ കാര്യങ്ങളും ആന്തരികമായ കാര്യങ്ങളും ബാഹ്യമായ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു.
അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ നിയ്യത്തും ചിലപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടാവും, നിയ്യത്ത് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അതേപോലെ ഏതൊരു നിലയിലാണ് നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് നിലകൊള്ളുന്നത്, അതൊക്കെ അറിയുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. എന്നാൽ ചിലപ്പോൾ ചില ആളുകൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടാവും, നല്ല അധ്വാനിക്കുന്നുണ്ടാവും, നല്ല സംഘടനാ പ്രവർത്തനമാവും. ഓൻ്റെ മനസ്സ് എന്തായിരിക്കും? അസൂയ കൊണ്ടും കിബർ കൊണ്ടും അതേപോലെ തന്നെ ലോകമാന്യം കൊണ്ടും ഇങ്ങോട്ട് പൊതിഞ്ഞിട്ടുണ്ടാവും. ആർക്കേതറിയുള്ളൂ? കാണുമ്പോൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ടാവും, പക്ഷേ അകത്തെന്താണ്? ഈ വെണ്ണീരിൽ ഇതുള്ളതുപോലെ, എന്തായും പറയൽ, തീപ്പൊരി ഉള്ളതുപോലെ ഇങ്ങനെ കത്തുണ്ടാവും അല്ലേ. ചാൻസ് കിട്ടാൻ കുത്തിരിക്കായിരിക്കും എന്ത്, ആളി കത്തിപ്പിടിക്കാം. അതേപോലുള്ള മനസ്സുണ്ടാവും, പ്രവർത്തിക്കുന്നുണ്ടാവും, നമസ്കരിക്കുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതാരറിയും? അള്ളാഹു. അതുകൊണ്ട് മാ എന്ന പദപ്രയോഗം അള്ളാഹു അവിടെ ഉപയോഗിച്ചത് വെറുതെ പറഞ്ഞതല്ല, മാ എന്നുള്ളതാണ്. നോക്കി നിങ്ങൾ, നമ്മളിപ്പോൾ ഒരു കപ്പൽ നമ്മൾ സാധാരണ നിലക്ക് കാണുമ്പോൾ കപ്പലിൻ്റെ ഏത് ഭാഗം നമ്മൾ കാണുക? ഏത് ഭാഗമാണ് കാണുക? മുകൾ ഭാഗം. തായ് ഭാഗം സ്വാഭാവികമായിട്ട് നമ്മൾ കാണൂല. ഓടിയിട്ട് പോയാൽ ചിലപ്പോൾ തായ് ഭാഗം കണ്ടെന്ന് വരും അല്ലേ. ഇതേപോലെ തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെയുള്ള വസ്തുക്കളുടെ ബാഹ്യഭാഗം മാത്രമേ അധികവും നമുക്കറിയുള്ളൂ. ആന്തരികമായി കിടക്കുന്ന പലതും നമുക്കറിയാതെ പോകുന്നു. അതുകൊണ്ടാണ് അല്ലാഹു തആല എന്ത് പറയുന്നത്? ഖദ് യഅലമു മാ അൻതും അലൈഹി എന്ന പദപ്രയോഗം പറയാനുള്ള കാരണം. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ കപ്പൽ പോലെ മനുഷ്യനെ നമ്മൾ കാണുന്നത്, മനുഷ്യരുടെ ആ മുഖഭാവം മാത്രമാണ് നമ്മൾ കാണുന്നത്. അകത്തേക്ക് നമ്മൾ പോകണ്ടോ? ഇല്ല. ഒരാളുടെ മുഖഭാവം കണ്ടിട്ടാണ് അയാൾ ഇങ്ങനെയുള്ള ആളാണെന്നൊക്കെ നമ്മൾ പറയുന്നത്. അയാളുടെ ബാഹ്യമായ പ്രവർത്തനം കണ്ടിട്ടാണ് അയാൾ ഇങ്ങനെയുള്ളതാണെന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം നോക്കി നിങ്ങൾ, ഇനി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിലെ കച്ചവടം അല്ലേ, അവിടുത്തെ പിന്നെ ക്യാമറ എല്ലാവരും ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണമുണ്ട്. എന്നാൽ ആ ക്യാമറ ഇവിടെ വെച്ച് ആളുകൾക്ക്, തൊഴിലാളികൾക്ക് അറിയില്ല എന്ന് കൂട്ടുക അല്ലേ. അവസാനം ശമ്പളം കൊടുക്കാൻ നേരത്ത് ഈ ക്യാമറയിൽ പതിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാത്ത ക്യാമറ നമ്മൾ ചെയ്തതൊക്കെ ഇങ്ങനെ കാണിച്ചു തരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ചില ആളുകൾ മാനേജറും നോക്കാനൊന്നും ആളില്ലല്ലോ, നല്ല പിന്നെ അലസി നടന്നിട്ടുണ്ടാവും. മറ്റവനോ, മറ്റ് ചില ആളുകൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. ചിലവർ നിഷ്കളങ്കമായി പ്രവർത്തിച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ക്യാമറ കൊണ്ടുവന്ന് വ്യക്തമാകുമ്പോഴേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ? ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്നാകുമ്പോഴാണ് നമ്മൾ അപമാനിതരാകുന്നത്. ഇതേ പ്രകാരമാണ് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാവും, പക്ഷേ ആ പ്രവർത്തനത്തിൻ്റെ പിന്നെ അകത്തളത്തിലുള്ളത് എന്താണെന്ന് അള്ളാഹുവിൻ്റെ ക്യാമറ നാളെ പടച്ച തമ്പുരാൻ നമുക്ക് വ്യക്തമാക്കി തരും എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മളിപ്പോൾ പള്ളിയിലായാലും ഒറ്റക്കായാലും അതേപോലെ തന്നെ ഏത് അടഞ്ഞ റൂമിലായാലും ഇനി ഫോണിൻ്റെ സ്ക്രീനിൻ്റെ മുമ്പിലായാലും പിന്നിലായാലും ഒക്കെ ആരറിയുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പിന്നെ മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ഉള്ള റൂം പോലെ, ഒരു വീട് പോലെ എന്ന് കൂട്ടങ്ങൾ. ഗ്ലാസ് സാധാരണ ഗ്ലാസ് അല്ല, ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണും, ഇങ്ങോട്ട് ഉള്ളിലുള്ള കാണോ? അങ്ങനെയുള്ള ഗ്ലാസ് ഇല്ലേ? അധിക വീടുകൾക്കും അങ്ങനെയൊന്നും ഉണ്ടാവുക അല്ലേ. പുറത്തുനിന്ന് ഇങ്ങോട്ട് കാണോ? ഇല്ല. ഇതേപോലെയാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ളത് ആർക്കറിയാൻ പറ്റും? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയും, എന്നാൽ മറ്റുള്ളവർക്ക് അത് അറിയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഖദ് യഅലമു മാ അൻതും അലൈഹി. തബൂക്ക് യുദ്ധ രണാങ്കളം. ആ തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടാളക്കാരായി എല്ലാവരോടും വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അന്ന് അതിൽ നിന്ന് പിന്തി നിന്നിരുന്ന ഏതാനും ചില ആളുകളുണ്ടായിരുന്നു. ഒന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, സഹാബിമാരെന്നെ മുനാഫിക്കളല്ല അല്ലേ. കഅബ് ബിൻ മാലിക്, അതേപോലെ തന്നെ ഹിലാൽ ബിൻ ഉമയ്യ, പിന്നെ മുറാറത്ത് ബിൻ റബി ആണെന്ന് തോന്നും. ഈ 3 സഹാബികളും പിന്നെ തബൂക്ക് യുദ്ധത്തിലേക്ക് പോയില്ല. തബൂക്ക് യുദ്ധത്തിന് വരാൻ വേണ്ടി പറഞ്ഞപ്പം അവർ പോയില്ല, പിന്തി നിന്നു അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ചോദിച്ചു, നിങ്ങൾ എന്തേ വരാഞ്ഞ്? അതിൽ മുനാഫിക്കളായ ആളുകളൊക്കെ എന്ത് ചെയ്തു? ആ യുദ്ധത്തിന് വരാത്ത വേറെയും കുറേ മുനാഫിക്കളുണ്ട്.
അവരൊക്കെ ഓരോരോ കാരണം പറഞ്ഞു ഉദ്ർ പറഞ്ഞ് ഇങ്ങനെ കഴിച്ചിലായി നബിൻ്റെ മുന്നിൽ. ആ ഉദ്ർ ബോധിപ്പിച്ചപ്പോൾ നബി അവരെ ഒഴിവാക്കുകയും ചെയ്തു. എന്നാൽ ഈ 3 ആളുകളും കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉള്ള സത്യമായിട്ട് പറഞ്ഞു അല്ലേ. ആ ഉള്ള സത്യം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആ പക്ഷാതാപം സ്വീകരിച്ചു അല്ലേ. അപ്പം നോക്കി നിങ്ങൾ, മനസ്സിൻ്റെ അകത്തുള്ളത് തുറന്ന് പറഞ്ഞ സഹാബിയെ അള്ളാഹ് തെറ്റ് ചെയ്തിട്ടുണ്ട്, അബദ്ധം വന്നിട്ടുണ്ട്. പക്ഷേ മനസ്സിൻ്റെ അകത്തുള്ള ആ സംഭവം, ആ പിന്നെ ഉദ്ദേശം, നിയ്യത്ത് ശരിക്കും അത് തുറന്ന് നബിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അയാൾക്ക് പക്ഷാതാപമുണ്ടായി. ആ പക്ഷാതാപം അള്ളാഹു സ്വീകരിക്കും ചെയ്തു. ആ സഹാബിമാരെ പറ്റി വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ ആയത്തു ഇറങ്ങി. എന്താണ് ആയത്ത്? വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു എന്ന് പറയുന്ന സൂറത്ത് തൗബയിലെ 118-ാമത്തെ വചനം. അത് നോക്കി നിങ്ങൾ. അപ്പം മനസ്സിൻ്റെ അകത്ത് ഉള്ളതെന്താണോ ആ ഉള്ളതുപോലെ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷാതാപം സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചിലപ്പോൾ എന്താ, നമ്മൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൻ്റെ അകത്തുള്ളതല്ല പറയാം. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഐഡിയകൾ ഉപയോഗിച്ച് പറയും. അതാണ് ലോകത്ത് പറ്റുന്ന ഏറ്റവും വലിയ അപകടം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. നോക്കി നിങ്ങൾ, പാപം ചെയ്യലല്ല പ്രശ്നം. പാപം ചെയ്യലല്ല നമ്മൾ വിചാരിക്കും തെറ്റ് ചെയ്യലാണ് പ്രശ്നം എന്ന്. അത് മാത്രമല്ല പ്രശ്നം. അതിനേക്കാൾ വലിയ അപകടമാണ് എന്ത് നമ്മൾ അള്ളാഹു ഇഷ്ടമില്ലാത്തൊരു രൂപത്തിൽ, ഞാനിപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ഒരു കാര്യം ചെയ്യുന്ന അവസ്ഥയിൽ ഞാൻ മരിച്ചു. അതാണ് ഏറ്റവും വലിയ അപകടം അല്ലേ. റബ്ബിന് ഇഷ്ടമില്ല, റബ്ബിന് തൃപ്തി ഇല്ലാത്തൊരു സ്ഥലത്ത് എന്നെ കാണുക, റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യുക. ഇങ്ങനെ ഇതാണ് ഏറ്റവും വലിയ അപകടം പിടിച്ച, ഏറ്റവും ഭയപ്പെടേണ്ട കാര്യം അതാണെന്ന്. അപ്പം അത് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് അവിടെ വായിക്കപ്പെടുന്നുണ്ട് അല്ലേ. അപ്പം ഖദിയ അലമുല്ലാഹു മാ അൻതും അലൈ എന്ന് പറഞ്ഞതിലുള്ള ഒരു സൂത്രം അതാണ്. ഓക്കെ, നിങ്ങൾ ലോകത്ത് ഒരു ഉദാഹരണം പറയാം. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് പറയാണ് നിങ്ങൾ യുദ്ധത്തെ പറ്റിയൊന്നും സംസാരിക്കാൻ പാടില്ല അല്ലേ, അല്ലെങ്കിൽ ഫോണിലൂടെ കോൾ ചെയ്യാൻ പാടില്ല, എഴുതാൻ പാടില്ല, വാക്കിലോ പ്രവൃത്തിയിലോ ഒന്നും കാണാൻ പാടില്ല, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കും പറയാൻ പാടില്ല, കണ്ടാൽ പിടിച്ചുകൊണ്ടുപോകും എന്ന് ഇവിടുത്തെ ഗവൺമെൻറ് ഓർഡർ ഇറക്കിയാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ രാജാവ് ഓർഡർ ഇറക്കിയാൽ നമ്മളെന്ത് ചെയ്യും? നമ്മൾ പിന്നെ അത് ചെയ്യോ? ഇല്ല. ചെയ്യോ? ഒരിക്കലും നമ്മൾ അങ്ങോട്ട് പോവില്ല. അത് പറയാനോ അത് കോൾ ചെയ്യാനോ ആ വീഡിയോ പിടിക്കാനോ ഒന്നും നമ്മൾ പോവില്ല. എന്താ? നമുക്കതിനെ പറ്റിയുള്ള ഭയമുണ്ട്. എന്നാ ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഈ രാജാവിനേക്കാൾ, ഈ ഭരണകൂടത്തേക്കാൾ എല്ലാം നോക്കിക്കാണുന്ന ഏറ്റവും വലിയ ക്യാമറയാണ് അള്ളാഹുവിൻ്റെ ക്യാമറ. ആ ക്യാമറ കാണുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധമുണ്ടാക്കുമ്പോൾ നമുക്കെങ്ങനെ തെറ്റ് ചെയ്യാൻ സാധിക്കുക? അപ്പം നമ്മൾ തെറ്റ് ചെയ്യുന്നത് അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, ഖദ് യഅലമുല്ലാ, അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തിൻ്റെ കുറവാണ്, വിശ്വാസത്തിൻ്റെ കുറവാണ് ഞാനും നിങ്ങളും തെറ്റ് ചെയ്യണത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ പിന്നെ ആയത്ത് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഫലം എന്ന് പറഞ്ഞാൽ ഇഹ്സാനാണ്. എന്താ ഇഹ്സാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ വന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, നബിയോട് ചോദിക്കണ്ടേ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ ആരാധിക്കലാണ് എങ്ങനെ? അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ. ഫഇല്ലം തകുൻ തറാ, അള്ളാഹിനെ കണ്ടിട്ടില്ലെങ്കിലും കാണുന്ന രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുക. എന്താ അങ്ങനെ പറയാൻ കാരണം? കണ്ടിട്ടില്ലെങ്കിലും കാണുന്ന രൂപത്തിൽ ആരാധിക്കുക എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരാളിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞാൽ ഞാൻ നല്ല കുട്ടിയാവും അല്ലേ, ഞാൻ ഏറ്റവും നല്ല കുട്ടിയാവും. എന്നാൽ അതേപോലെ അപ്പം നിങ്ങൾ കാണുന്നുണ്ട് നേരെ, അത് നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് കാണുന്നതാ. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ കാണുന്നുണ്ട് എന്ന ഇതുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? നമ്മുടെ അടുത്ത് തെറ്റ് സംഭവിക്കുകയില്ല. ഫഇന്നഹു യറാക്, ഇതാണ് യഥാർത്ഥത്തിൽ നിരീക്ഷണം, മുറാക്കബത്ത് എന്ന് പറയുന്നത്. അപ്പം ഒരു മനുഷ്യന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണമാണ് അള്ളാഹുവിൻ്റെ നിരീക്ഷണം മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്. അതാണ് ഖദ് യഅലമുല്ലാഹു മാ അൻതും അലൈഹി എന്നതിൻ്റെ അകത്തളത്തിലുള്ള മറ്റൊരു ആശയം. ആലോചിച്ച് നിങ്ങൾ, ഒരു മനുഷ്യൻ ഒരു സലഫി പണ്ഡിതൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്.
ഒരു സാലിയായ മനുഷ്യൻ്റെ അടുത്ത് കടന്നു വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എനിക്കൊരു ഉപദേശം തന്നെ ഇനി ഒരു ഉപദേശം തരുമെന്നാണ് കാലിലോ. അപ്പം അയാൾ പറയാണ്, പിന്നെ നീ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു കാണാത്ത എവിടെയും പോയി തെറ്റ് ചെയ്തോ എന്ന് പറഞ്ഞ അയാൾ. ആര്? ഈ പണ്ഡിതൻ പറഞ്ഞു. അപ്പം ഈ മനുഷ്യൻ നിശബ്ദനായി. അള്ള കാണാത്ത സ്ഥലം ഇപ്പോൾ ഇവിടെ ലോകത്ത് ദുനിയാവിൽ എവിടെയില്ല അല്ലേ? തിരിച്ചു പറഞ്ഞു, അള്ള കാണാത്ത സ്ഥലം എവിടെയില്ലല്ലോ. അപ്പം ആ പണ്ഡിതൻ തിരിച്ച് പറയാണ്, ജനങ്ങൾ കാണാൻ എനിക്ക് ലജ്ജയുണ്ട് അല്ലേ, ജനങ്ങൾ കാണാത്തടുത്ത് പോയി തെറ്റ് ചെയ്യും, എന്നാൽ അള്ള കാണാത്തടുത്ത് പോയി തെറ്റ് ചെയ്തോ ഇല്ല. അപ്പം അള്ള കാണാത്ത സ്ഥലമില്ല. അപ്പം അള്ള കാണുന്നതിന് നിനക്ക് ലജ്ജ ഉണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നീ തെറ്റ് ചെയ്യില്ല അല്ലേ? മനുഷ്യർ കാണുന്നു എന്ന ബോധത്തോടാണെങ്കിൽ എന്തുണ്ടാവില്ല, അപ്പം ജനങ്ങൾ കാണുന്നു കാണുമ്പോൾ നമുക്ക് ലജ്ജ ഉണ്ടാവും. അതേപോലെ അള്ളാഹു കാണുന്നു എന്ന ബോധം ഉണ്ടായാൽ എന്തുണ്ടാവില്ല, നമ്മൾ തെറ്റിയില്ല, നമുക്ക് അള്ളാഹു കാണുന്നതിന് ലജ്ജ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ നിലപാട് മാ അൻതും അലൈഹി, വിശ്വാസിയുടെ നിലപാട് എങ്ങനെ ആയിരിക്കണം? ഒരു ദിശാ സൂചികളുള്ള കപ്പലിനെ പോലെ ആയിരിക്കണം. എന്താ ഈ ദിശാ സൂചികളുള്ള കപ്പലിൻ്റെ പ്രത്യേകത? അത് എപ്പോഴും ഉറച്ചിരിക്കും. എന്ത് കാറ്റും കോളും ഒക്കെ വന്നാലും അത് അതിൻ്റെ ശരിയായ ദിശയിലേക്കേ പോവുള്ളൂ, അതതിൻ്റെ ശരിയായ ദിശയിലേക്കേ പോവുള്ളൂ. എന്നാൽ ഇതേപോലെയാണ് ആ ദിശാബോധമാണ് അള്ളാഹുവിൻ്റെ മുറാക്കബത്ത് തന്നെ ഉണ്ട്. ഞാൻ എവിടെ ജീവിക്കുകയാണെങ്കിലും അല്ലേ, എവിടെ ആയാലും അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ആ ദിശാബോധമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓൻ എന്താവില്ല, ഓൻ ശരിയായ റൂട്ടിലേ പോവുള്ളൂ. അല്ലാത്തോനോ, ഈ ദിശാബോധമില്ലാത്തവൻ എന്ത് ചെയ്യും, കാറ്റടിക്കുമ്പം ഇല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിഞ്ഞിട്ടില്ല നിങ്ങൾ, കാറ്റ് അങ്ങോട്ട് എള്ളുമ്പോൾ അങ്ങോട്ടും, കാറ്റ് ഇങ്ങോട്ടടിക്കുമ്പോൾ ഇങ്ങോട്ട് എള്ളും. ഈ ഇലനെ പോലെ ആയിരിക്കും വിശ്വാസിയല്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹേച്ഛകൾ, നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ എന്താണോ ചെയ്യാൻ വേണ്ടി പോണത്, ആവശ്യപ്പെടുന്നത് അനുസരിച്ച്, ആ മോഹത്തിനനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ച് അങ്ങോട്ട് പോകും. പിന്നെ ഒരു ആഗ്രഹം ഇങ്ങോട്ട് വാങ്ങിച്ചാൽ ഇങ്ങോട്ടും. ഈ കാറ്റടിച്ച് ഇലനെ കൊണ്ടുപോകും പോലെ നമ്മെ നമ്മുടെ ആഗ്രഹങ്ങളും ദേഹേച്ഛകളും വേണ്ടാത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ശരിയായ ദിശാബോധമുള്ള അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ആ മുറാക്കബത്തിലുള്ള മാ അൻതും അലൈഹി എന്ന് പറഞ്ഞത് അതാ. ആ മുറാക്കബത്തിലുള്ള വിശ്വാസമുള്ളവൻ ഓൻ ശരിയായ രൂപത്തിൽ നടക്കും. ഇതാണ് ഖദിയ അലമുല്ലാഹു മാ അൻതും അലൈഹി. ഇനി അടുത്ത എന്താണ്? വയൗമ. എന്തിനാ വാ കൊടുത്തത്? വാ എന്തിനാണ്? ആ വാവ് എന്താ? ഒരു പ്രത്യേക വാവാണ്. എന്താണ്? യൗമ യുർജഊനയിൽ എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ വാ? നേരത്തെ പറഞ്ഞത് കണക്ഷനെയാണ്. പക്ഷെ അത് മാത്രം പോരാ. ഈ ദിശാബോധം ഉണ്ടായാൽ മാത്രം പോരാ. മനുഷ്യൻ, ഒരു വിശ്വാസിക്ക് യഥാർത്ഥത്തിലുണ്ടാകുന്ന വിശ്വാസം ഏതാ? പരലോക വിശ്വാസമാണ്. അത് ക്ലിയർ ആകുമ്പോഴേ ബാക്കിയൊക്കെ ഒരു ക്ലിയർ ആവുള്ളൂ. അള്ളാഹിലുള്ള വിശ്വാസം മാത്രം മതിയോ? അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ് കേൾക്കുന്നുണ്ട്, അള്ളാഹ് നോക്കുന്നുണ്ട്, അത് മാത്രം പോരാ. അപ്പം ആ നിലപാട് ഏതിനോടൊപ്പമായിരിക്കണം? പരലോക വിശ്വാസത്തോടു കൂടിയായിരിക്കണം. അതുകൊണ്ട് ആ വാ കൊണ്ടുവന്നത്. ആലോചിക്കുക വാ. നിങ്ങൾ അതിനർത്ഥം എന്ന അർത്ഥം പറഞ്ഞാൽ, ആൻഡ് എന്നുള്ള ആത്തിഫിൻ്റെ അർത്ഥം പറഞ്ഞാലും, കൂടെ എന്നുള്ള അർത്ഥം പറഞ്ഞാലും, അവസ്ഥയിൽ നിന്നുള്ള അർത്ഥം, മൂന്നും മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ യൗമ ഒരു ദിവസത്തെയും, യുർജഊന പറഞ്ഞാൽ എന്താ? ഇനി നിങ്ങൾക്ക് ടെക്നിക്ക് പറഞ്ഞുതരാം കേട്ടോ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ. യർജിയു എന്ന് പറഞ്ഞാൽ എന്താ? യർജിയു റജ, മടങ്ങി. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു മടങ്ങി പറഞ്ഞാൽ അവിടെ പോയിട്ട് ഞപ്പുള്ളടത്തേക്ക് കൊണ്ട് വരിക, അതിനാണല്ലോ റജ എന്നറിയണേ അല്ലേ? പിന്നെ യുർജഉ എന്ന് പറഞ്ഞാലോ, യുർജഉ മടക്കപ്പെടുന്നു അല്ലേ? ഇനി വേറെ ഒന്ന് കേട്ടോ, അർജ എന്ന് പറഞ്ഞാലോ കുറച്ച് ഇതുണ്ടാവും. അർജ മടക്കി അല്ലേ? മടക്കി. അതിൻ്റെ മുലാരി യുർജിഉ, ജി കെസ്റ്
അതിൻ്റെ മജ്ഹൂല് യുർജഉ. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കത്? ഇത് രണ്ട് രൂപത്തിലാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന്, യർജു എന്നുള്ളതിൻ്റെ മജ്ഹൂലായ രൂപം യുർജഉ. അതല്ല, അർജഹ എന്നുള്ളതിൻ്റെ മജ്ഹൂലായ രൂപം യുർജഉ. രണ്ടിനും യുർജഉൻ യുർജഉൻ എന്നാണ് പറയുന്നത്. അപ്പം എവിടെ നിന്ന് വന്നു എന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ. ഇനി രണ്ടർത്ഥം നോക്കിയോളൂ നിങ്ങൾ. നമ്മളിപ്പോൾ സാധാരണ അള്ളാഹുവിലേക്ക് പോവുക എന്നാണോ പറയണത്? അല്ല, അള്ളാഹുലേക്ക് മടക്കപ്പെടുക. എന്തേ പോവുക? യദ്ഹബു എന്ന് പറഞ്ഞാൽ പോരേനോ? എന്നാ ഈ മുള്ളുംകെട്ടൊക്കെ ഉണ്ടാവുമോ? ഇല്ല. എന്തേ യദ്ഹബു എന്ന് പറയാതെ യുർജഉ എന്ന് പറഞ്ഞത്? അതിലൊരു സൂചന ഉണ്ട്. എന്ത്? നിങ്ങളൊക്കെ വന്നത് അള്ളാൻ്റെ അടുത്ത് നിന്നാ. ആ അള്ളാൻ്റെ തറവാട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും അല്ലേ? അപ്പം യർജിഊൻ അങ്ങനെ തിരിച്ചു പോകുന്നില്ലേനി യർജിഊൻ എന്ന് പറഞ്ഞാൽ പോരേനിയോ? അതില്ലാതെ യുർജഊൻ എന്ന് പറയാനുള്ള കാരണം, അവിടെ നിങ്ങൾ എത്ര മല്ല് പിടിച്ച് നിന്നിട്ടും കാര്യമില്ല, ബലം പ്രയോഗിച്ച് നിങ്ങളെ മടക്കപ്പെടും. അതാണ് അർജഅൻ്റെ മുളാരിയുടെ മജ്ഹൂലായ രൂപം അല്ലേ? നിങ്ങൾ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതേപോലെ ഇങ്ങനെ പാർട്ടിസിപ്പിളിൻ്റെ രൂപം ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇംഗ്ലീഷ് അറിയണമല്ലോ, അത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും അല്ലേ? ഓരോ ഇതിൻ്റെ രൂപമുണ്ട്. അപ്പോൾ അർജഅൻ്റെ മുളാരിയാണ്, അതിൻ്റെ മജ്ഹൂലാണ് എങ്കിൽ എന്തേലും ബലപ്രയോഗം മൂലം നിങ്ങളെ മടക്കപ്പെടും. അങ്ങനെ പറഞ്ഞ മുഫസ്സിറുണ്ട്. അതല്ല, അവർ മടക്കപ്പെടും എന്ന് പറഞ്ഞ മുഫസ്സിറുണ്ട്. അവിടെ ബലപ്രയോഗം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പം റജഅ എന്ന പദപ്രയോഗം ഉപയോഗിക്കാനുള്ള കാരണം എവിടുന്നാ വന്നത്, അവിടേക്ക് മടക്കപ്പെടും എന്ന അർത്ഥത്തിനാണ് എന്ന് പറഞ്ഞ മുഫസ്സിറുണ്ടാവും. ഓക്കെ, നിങ്ങൾ അവിടെ നമ്മൾ എത്ര ഓടി അകലാൻ ശ്രമിച്ചിട്ടും കാര്യമല്ല. ഇത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. ആലോചിച്ച് നോക്ക് നിങ്ങൾ. കഅബ് ബിൻ സുഹൈർ എന്നാ തോന്നുന്നു ഒരു കവിയുടെ പേരുണ്ട്. കുല്ലുബിനു ഉൻസ വ ഇൻ ത്വാലത്ത് സലാമത്തുഹു. എന്താണ്? യൗമൻ അലാ ആലത്തിൻ ഹദ്ബാഹ മഹ്മൂലു. പിന്നെ ഫഇദാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതൻ ഫഅലം ബി അന്നക ബഅദഹാ മഹ്മൂലു. ഓരോ ഉമ്മ പ്രസവിച്ച ആളെയും എന്താണ്, എത്ര കാലം അയാൾ, ദീർഘകാലം അയാൾ വളരെ സുരക്ഷിതരായി ജീവിച്ചാലും ഒരു ദിവസം മയ്യിത്തും കട്ടിലിൽ അയാൾ വഹിക്കപ്പെടും, മടക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഒരാളുടെ സ്നേഹിതൻ്റെ മയ്യിത്തും കട്ടിലുമായിട്ട് മക്ബറയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, ഫഅലം ബി അന്നക ബഅദഹാ മഅ്മൂലു. അതിൻ്റെ ശേഷം വഹിക്കപ്പെടാനുള്ളത് നീയാണ്, ഞാനാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാവണമെന്നാണ്. അതാണ് യൗമ തുർജഊന ഇലൈഹി അല്ലേ? യൗമ യുർജഊന ഇലൈഹി അല്ലേ? ഫത്തഖൂ യൗമൻ തുർജഊന ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് അതാണ്. അപ്പം നമ്മൾ ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു 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 പരീക്ഷാ ഹാള് പോലെയാണ്. പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥിൻ്റെ അവസ്ഥ എന്താ? വർഷക്കാലം മുഴുവൻ, ആ കൊല്ലം മുഴുവൻ ഓന് കഠിനാധ്വാനം ചെയ്യും. അപ്പോൾ റിസൾട്ട് വരാൻ വേണ്ടി ഓനിങ്ങനെ, അപ്പോൾ റിസൾട്ട് അറിയോ? ഇല്ല, അത് കാത്തിരിക്കും. എന്നാൽ ചില കുട്ടികളെന്താ, അതൊക്കെ ഇങ്ങനെ കളിച്ച് രസിച്ച് ചിരിച്ചിങ്ങനെ പെട്ടെന്നായിരിക്കും റിസൾട്ട് വരിക അല്ലേ? ഇതേപോലെയാണ് മരണവും വരിക. നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് കിടക്കുന്നതിൻ്റെ ഇടയിൽ എന്തേലും മരണം നമ്മൾ വന്നിട്ട് അവിടെ കൊണ്ടുപോകും. ഒരു സെക്കൻഡ് ഉണ്ടാവുക? ഒരു സെക്കൻഡ് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഇതാണ്. അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. നമ്മളെ അടുത്തേക്ക് മാത്രമാണ് കേട്ടോ നിങ്ങളെ മടക്കം അല്ലേ? നമ്മുടെ മേൽ ബാധ്യതയാണെന്ത്? നിങ്ങളൊക്കെ വിചാരണ ചെയ്യൽ എന്ന് അല്ലാഹു തആല നമ്മോട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വാക്കുകളും നമ്മുടെ നോട്ടങ്ങളും നമ്മുടെ സന്ദേശങ്ങളും നമ്മുടെ മനസ്സിലെ നിയ്യത്തുകളും ഉദ്ദേശങ്ങളും രഹസ്യങ്ങളും ഒക്കെ അല്ലാഹു തആല അറിയും. ആ ഒരു ശരിക്ക് ബോധം ഉണ്ടാണെങ്കിൽ ഈ ഒരു ദിവസത്തെ പറ്റിയുള്ള അറിവ് വേണമെന്നാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആരാം? ഖലീഫയാണ് അല്ലേ? അതോടൊപ്പം മറ്റൊരു പ്രത്യേകത എന്താ? അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട മഹാനാണ് ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഒരിക്കൽ ഹുസൈഫ എന്ന് പറയുന്ന സഹാബി വര്യനോട് ഉമർ റളിയല്ലാഹുവിന് ചോദിക്കാണ്, കുറേ ആളുകളുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കപടന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, അതിൽ എൻ്റെ പേരുണ്ടോ? ആരാ ചോദിക്കണത്?
അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട 10 ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത ഒരു സഹാബി ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിക്കണം. അപ്പോൾ ആ ഒരു മനസ്സ് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഇതാണ് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോധം യൗമ യുർജഊന ഇലൈഹി. ഒരു യാത്രക്കാരൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഓനെ എവിടുക്കാൻ മടങ്ങുക? വീട്ടിലേക്ക് മടങ്ങൂലേ? അതേപോലെ അള്ളാൻ്റെ അടുത്ത് നിന്ന് ദുനിയാവിലേക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നതാ, ഒരു യാത്ര ചെയ്ത് വന്നാ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് നമ്മൾ തിരിച്ചു വരും. നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ ആരാ? ദുനിയാവിൽ പ്രവാസിയാണ്. നമ്മളൊരു പ്രവാസിയാണ് അല്ലേ? നമ്മൾ തിരിച്ചു പോവേണ്ടി വരും എന്നുള്ളതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. എന്താ? മാലി വലി ദുനിയ, ഞാനും ദുനിയാവുമായിട്ട് എന്ത് ബന്ധമാണ്? എനിക്കെന്താ ഇതായിട്ടുള്ള ബന്ധം? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ദുനിയാവിൽ ഇല്ലാ കറാക്കിബിൻ ഇസ്തവല്ല തഹ്ത ഷജറ, ഒരു മരത്തണലിൽ പിന്നെ തണൽ കൊണ്ട ആ സമയം പോലെയാണ്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് ആ മരത്തണലും വിട്ട് ഞാൻ പോകുന്നത് പോലെയാണ് ഈ ദുനിയാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇവിടെയുള്ള ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ കാര്യം നോക്കിയാൽ നിങ്ങൾ, നമ്മളിപ്പോൾ എന്നും ഇങ്ങനെ കാണാം, സൂര്യൻ ഉദിക്കണം, പിന്നെന്ത് ചെയ്യണം? അസ്തമിക്കുന്നുണ്ട്. ആ അസ്തമനം ഒരു മടക്കം പോലെയല്ലേ? ആണ്, ഒരു മടക്കം കാണിക്കുന്നുണ്ട് അല്ലേ? നമ്മളിപ്പം ആയുസ് നമുക്ക് 60, 40, 50, 30 ഒക്കെ ഇങ്ങനെ വയസ്സ് ഓരോ നിമിഷം ഇങ്ങനെ പോകുമ്പോഴും ആ നിമിഷം നമ്മളോടിങ്ങനെ വിളിച്ചു പറയാൻ, ഇതാ എൻ്റെ പിന്നെ എൻഡിലെത്താനായിട്ടോ, എൻഡിലെത്താനായിട്ട് ഒന്ന് ഓരോ നിമിഷം ഇങ്ങനെ. അപ്പം അതും ഒരു മടക്കമാണ്, ഒരു യാത്ര ലക്ഷ്യസ്ഥാനത്തെത്താനാണ് എന്നൊരു മടക്കം അതിൽ കാണിക്കുന്നുണ്ട്. തലയിലും ഒക്കെ നിരകൾ അല്ലേ? അതും എന്താണ്? ഒരു മടക്കത്തിൻ്റെ പിന്നെ മരണത്തിൻ്റെ ദൂതനാണ്. അതേപോലെ തന്നെ ഖബറുകൾ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഓപ്പണാക്കി വെച്ചിട്ടുണ്ടാവും, അതിങ്ങനെ മാടി വിളിക്കുകയാണ് നമ്മളെന്ത്, വാ വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊക്കെ എന്തുണ്ട്? യൗമ യുർജഊന ഇലൈഹി, ഒരു മടക്കം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഉപമ, പിന്നെ ബലാഹശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഉപമ കാണാം. നമ്മളൊരു ഇടുങ്ങിയ വഴിയിലൂടെ ഇങ്ങനെ പോവാം, നമ്മളെല്ലാവരും കൂടി അല്ലേ? ഒരു ഇടുങ്ങിയ വഴിയിലൂടെ, ഇടവഴി ഉണ്ടില്ല നിങ്ങൾ? ഇടവഴിയിലൂടെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ആരോഗ്യമൊക്കെ ഉള്ള സലായിനെ പോലെയുള്ള എന്ത് ചെയ്യും? നടക്കാൻ കഴിയാനിട്ട് അവിടെ ഉന്തും. ഈ പിന്നെ നിങ്ങൾ കണ്ടില്ല ചിലപ്പോൾ തവാഫൊക്കെ ചെയ്യുമ്പോൾ ചങ്ങായി മെല്ലെ മെല്ലെ ഇങ്ങനെ എറുമ്പായിരിക്കുമ്പോൾ അവിടെ ഉന്തും ചിലവിൽ വന്നിട്ട് അത് കണ്ടിട്ട് നിങ്ങൾ ഉന്തും ചിലവിൽ പെരും ഉന്തൊക്കെ ഉന്തും. അപ്പോൾ എന്തിനാ ഉന്തിണ്? ഓന് വേഗം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണം അല്ലേ? ഇതേപോലെയാണ് ദുനിയാവിൽ നമ്മളിങ്ങനെ ജീവിക്കുമ്പം ബാക്കിൽ സമയം വന്നിട്ട് യല്ലാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉന്തുന്ന അല്ലേ? ആലോചിച്ച് നോക്കുങ്ങൾ. സമയം നമ്മളിങ്ങനെ ഉന്തി നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് വരും. ഇതാണ് ദുനിയാവ് എന്ന് അല്ലാഹു പിന്നെ യൗമ യുർജഊന ഇലൈഹി എന്ന്. അപ്പം ഇങ്ങനെ ഉന്തുമ്പോൾ ഈ പായ് മടക്കണ പോലെ നിങ്ങളിപ്പം ഇവിടുന്ന് ഈ പാറാവുകാരന് എന്ത് വേണ്ടി വരും? നമ്മൾ പോയിട്ട് വേണം അതിങ്ങനെ മടക്കാൻ അല്ലേ? ഇതേപോലെ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ ബാക്കിൽ നിന്ന് ഒരാളിങ്ങനെ ഉന്തിയിട്ട്, സമയം ഇങ്ങനെ ഉന്തിയിട്ട് നമ്മളെ കർമ്മങ്ങൾ ഇങ്ങനെ മടക്കി ചുരുട്ടി കൊണ്ടുവരികയാണ് എന്നതാണ് ആര് പറയണത്? അതിനെപ്പറ്റിയുള്ള ഉപമ മഹാനായ ഹസനുൽ ബസരി റഹ്മഹുല്ലാ പറയുന്നത് കാണാം. യബ്ന ആദം ഇന്നമാ അൻത അയ്യാം, ഓ മനുഷ്യ നീ ഏതാനും ദിവസങ്ങളാണ്. ഫഇദാ ദഹബ യൗമൻ ദഹബ ബഅ്ദുക്, ഒരു ദിവസം കഴിഞ്ഞു പോയാൽ എൻ്റെ ഒരു ഭാഗം, എൻ്റെ ഒരു ജുസ് നഷ്ടപ്പെട്ടു പോകും എന്നത് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഇതിൽ കാണാം എത്ര വർഷം ജീവിച്ചന് ആര് നൂഹ് നബിയിൽ 950 വർഷം പ്രബോധനം തന്നെ നടത്തിന്. അത്ര വർഷം ജീവിച്ച നൂഹ് നബി അലൈഹി സ്വലാമും ആ ജനതയുമൊക്കെ നോക്കി നിങ്ങൾ, ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാതെയാവണേ അല്ലേ? ഒരു തൂഫാൻ വരുന്ന സെക്കൻഡ് കൊണ്ടൊക്കെ അടുക്കുന്നു. അപ്പോൾ അതാണ് ദുനിയാവ്. നമ്മളിവിടെ എത്ര ജീവിച്ചാലും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ മുങ്ങിപ്പോകും എന്നത് അത് കാണിക്കുന്നുണ്ട്. പക്ഷേ അവരുണ്ടാക്കി വെച്ച കൊട്ടാരങ്ങളില്ല, അവരുടെ ശക്തി, അവരുടെ എത്ര കാലം ജീവിച്ച ആയുസ് അതൊക്കെ ഇല്ലാതെയായി പോവും. പക്ഷേ ബാക്കിയാവണ ഒരു കാര്യം ഏതാണ്? അമലുസ്വാലിഹാത്ത് മാത്രമാണ്. ഫിർഔന്റെ ചരിത്രത്തിലും അത് തന്നെയാണ് അല്ലേ? അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഫിർഔൻ എന്താ ചെയ്തത്? ഫിർഔൻ എന്താ ചെയ്തത്?
അവസാനം എങ്ങനെ ഉണ്ടായത്? മുക്കി നശിപ്പിക്കുകയാണ് അല്ലേ? മുങ്ങിയ ബോഡി, പിന്നെ അപമാനിതനായ ആ ആത്മാവ്, ഇങ്ങനെ ആകെ ഇളിമ്പ്യനായ രൂപത്തിലാണ് ആര് പോണത്? ഫിർഔനും പോണത്. അപ്പം ഇതൊക്കെ നമ്മെ കാണിക്കുന്നത് എത്ര വലിയ അഹങ്കാരിയായി ഇവിടെ ജീവിച്ചാലും, എത്ര വലിയ ധനാഢ്യനായാലും, എത്ര വലിയ മനുഷ്യനായാലും ദരിദ്രനായിട്ടാണ് ഇവിടുന്ന് ദുനിയാവിന്ന്. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും കൊണ്ടുപോകില്ല, മറിച്ചെന്താ, 2 വെള്ളമുണ്ടുമായിട്ട് അവൻ പോകും എന്നതാണത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം യൗമയുർജഊൻ, ഈ ഒരു ബോധം ശരിക്കൂടെ ഉണ്ടായാൽ പിന്നെന്താ പറയണത്? യൗമയുർജഊന ഇലൈഹി, പിന്നെന്താ? ഫയുനബ്ബിഉഹും. എന്താണ് ഫയുനബ്ബിഉഹും? എന്നിട്ട് അല്ലാഹു തആല അവർക്ക് വിവരം നൽകും. ഇവിടെ ഒരു സൂത്രം ഉണ്ട് കേട്ടോ, നബ്ബഹ. എന്താ ഈ നബ്ബഹ? നബ്ബഹ ശരിക്ക് വിവരം അറിയിക്കുക എന്നുള്ളതിന് എന്താ പറയാ? അഖ്ബറ എന്ന് പറഞ്ഞാൽ മതി അല്ലേ? വിവരം അറിയിക്കുക. നിങ്ങൾ പരീക്ഷ ഹാളിൽ നിന്ന് പരീക്ഷയ്ക്ക് എഴുതി, നിങ്ങൾക്ക് ആദ്യം അവിടെ സ്കൂളിൽ പോകുമ്പോൾ എന്താ കിട്ടുക? എന്തായാലും പറയല് പ്രോഗ്രസ് കിട്ടൂലേ? ആ പ്രോഗ്രസ്സിൽ എന്താ ഉണ്ടാവുക? നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ഇന്ന വിഷയം ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അന്നെ പിടിച്ചിട്ട് നേരെ നരകത്തേക്ക് കൊണ്ടുപോയിടല്ല ചെയ്യുന്നത്. മറിച്ച് ഓരോന്നും വരിയായി ഓരോ ഗോളത്തിൽ ഇങ്ങനെ വ്യക്തമായി സ്ക്രീനിൽ അല്ലാഹു തആല പ്രോഗ്രസ് കാർഡ് നൽകും. അതിനാണ് എന്ത് പറയുന്നത്? നബ്ബഹ. അല്ലേ? ഓരോ കാര്യം വളരെ സൂക്ഷ്മമായി അല്ലാഹു തആല, അത് ചിലപ്പോൾ എനിക്ക് അറിയുന്നുണ്ടാവും, ഞാൻ മറന്നു പോയതുണ്ടാവും, ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? അതൊക്കെ വിവരം തരും. ഫയുനബ്ബിഉഹും എന്ന് പറയാതെ ഫയുആഖിബുഹും എന്നാ പറഞ്ഞത്, അവരെ ശിക്ഷിക്കുന്ന പറഞ്ഞത് അല്ല. ആണോ? അല്ല. ഫയുജാസിഹിം എന്നാണോ പറഞ്ഞത്? അവർക്ക് പ്രതിഫലം നൽകുന്നാണോ പറഞ്ഞത്? അല്ല. മറിച്ച് ഫയുനബ്ബിഉഹും. അപ്പം നമ്മൾ ചെയ്ത ഓരോ കാര്യം, നമ്മുടെ കൗമാരക്കാലം മുതൽ, കുട്ടിക്കാലം മുതൽ നമ്മുടെ മരണം വരെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അത്ര വലിയ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവിടെ റെക്കോർഡായിരിക്കും. അതൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ചു തരും എന്നുള്ളതിനാണ് എന്ത് പറയുക? നബ്ബഹ യുനബ്ബിഹു എന്നുള്ള പദപ്രയോഗം അല്ലാഹു തആല കാണിക്കണം. അപ്പം ഹൃദയത്തിൻ്റെ അകത്ത് പിന്നെ ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ രഹസ്യങ്ങളും എന്തിലുണ്ടാവും? അതിലുണ്ടാവും എന്നുള്ള. ആലോചിച്ച് നോക്കുങ്ങളെ, ചിലപ്പം നമുക്ക് ചിലപ്പോൾ ഒരു കത്തിട്ടിയാൽ നമ്മൾ പിച്ച് ചീന്തിയിട്ടിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ചില സംഗതികളൊക്കെ നമ്മൾ ഡിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. മറ്റ് ചിലതൊക്കെ എന്താവും? ചില കത്തുകൾ, ചില സന്ദേശങ്ങൾ, മെസ്സേജുകളൊക്കെ നമ്മൾ രഹസ്യമാക്കി എവിടെയും കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതൊക്കെ ദുനിയാവിൽ നമുക്ക് ഒളിപ്പിച്ചേക്കാനും ഡിലേറ്റ് ചെയ്യാനും ഒക്കെ കഴിയും. എന്നാൽ അള്ളാഹുവിൻ്റെ ക്യാമറ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എത്രത്തോളം? നമ്മുടെ ശ്വാസം, അതേപോലെ തന്നെ നമ്മുടെ ചവിട്ടടികൾ, അതേപോലെ നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ വാക്കുകൾ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് അല്ലേ? അപ്പം നാം ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും രേഖപ്പെടുത്തി വെക്കണ മലക്കുകളുണ്ട് എന്നത് നമ്മെ അപ്പോൾ അതിസൂക്ഷ്മമായി നാം അത്ര മൈൻഡ് ചെയ്യാത്ത കാര്യങ്ങൾ പോലും അള്ളാഹു നമുക്ക് വിവരം തരും. ആണ് ബിമാ അമിലു എന്ന് പറഞ്ഞതിലുള്ള ഒരു. അപ്പോൾ ചെറുതാവട്ടെ വലുതാവട്ടെ, ബാഹ്യമാവട്ടെ, കോപ്യമാക്കി വെച്ചതാവട്ടെ, വലിയ കാര്യങ്ങളെന്ന് വിചാരിക്കണാവട്ടെ, നിസാരമാക്കണവട്ടെ, ഒരു കട്ടുനോട്ടമാവട്ടെ, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ എന്ത് ചെയ്യും? കൊണ്ടുവരും എന്നുള്ളതാണ് സമയനോ. അതാണ് ബിമാ അമിലു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് കഹ്ഫിൽ നമ്മൾ എപ്പോഴും ഓതുന്നത് കാണാം. വവുദിഅ അൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ എന്താണ്? വയഖൂലൂന യാ വൈലത്തനാ മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. നിങ്ങൾ അല്ലേ അവിടെ അത് കാണുന്ന നമ്മൾ കർമ്മരേഖ കൊണ്ടുവരും. അപ്പോൾ കുറ്റവാളികളായ ആളുകൾ പേടിച്ച് വിറച്ചു നിൽക്കും. അതിലുള്ളതൊക്കെ കണ്ടിട്ട് എന്നിട്ട് അവർ പറയും, എന്തൊരു ഗ്രന്ഥമാണിത് അല്ലേ? ചെറുതാവട്ടെ വലുതാവട്ടെ ഒന്നും വിട്ടേച്ചിട്ടില്ലല്ലോ പടച്ചോനെ, ഞാൻ നിസാരായി കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് കുറ്റവാളികൾ അവിടെ വെച്ച് അട്ടഹസിക്കും എന്നുള്ളതാണ്. അപ്പം അതാണ് ഫയുനബ്ബിഹും ബിമാ അമിലു എന്ന് പറഞ്ഞതിലുള്ള രഹസ്യം. മതില്ലേ? മതി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത